ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആനമൂളി ഭാഗത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ അവിടെയുള്ളൊരു ലീഗിൻ്റെ ഒരു ലീഗുകാരെല്ലാവരൊന്നുമില്ല, ഒരു കുടുംബത്തിലൊരു 5-8 പേരുണ്ട്. അവരുടെ ആധിപത്യം ആണ് ആനമൂളിയിൽ വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നത്. ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു 8 പേർ ചേർന്ന് അവിടെയുള്ളൊരു DYFI പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന്. അതിനുശേഷം ചെറിയ ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിൽ ഇപ്പോൾ അവസാനം ഒരു സംഘർഷത്തിൽ 308 വകുപ്പ് ചുമത്തിക്കൊണ്ട് 2 കൂട്ടർക്കും എതിരായിട്ടുള്ള കേസ് അവിടെ ചാർജ് ചെയ്യുകയുണ്ടായി. അതിൽ ഈ DYFI പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ ഒരു ദിവസം പുലർച്ചയ്ക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും കഠിനമായ ചില റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഈ ഫിറോസിനൊരു ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യം കൽപ്പിച്ചു കൂട്ടി ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്ന് ഞാൻ വൈകുന്നേരം വരെ ഈ സ്റ്റേഷനിൽ നിൽക്കുകയും എന്തുകൊണ്ടാണ് ഈ ലീഗിൻ്റെ ആളുകൾക്കെതിരായിട്ടുള്ള കേസ് ഉപയോഗിച്ചുകൊണ്ട് ആ കേസിലെ ആളുകൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ നാളെ തന്നെ അറസ്റ്റ് ഉണ്ടാവും എന്നെല്ലാം ഉള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഫിറോസിന് റിമാൻഡ് ചെയ്തു. പിന്നീട് തുടർന്ന് 4-5 ദിവസം കഴിഞ്ഞ് ഒരു അറസ്റ്റും നടന്നില്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ലീഗ് ഗുണ്ടാ സംഘത്തിലെ ഫർഹാൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അയാളെ 308 ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പലവട്ടം ഈ സ്റ്റേഷനിലെ അധികാരികൾ നമ്മളോട് പറയുകയുണ്ടായി. പക്ഷേ അവസാനം റിമാൻഡ് ചെയ്യുമ്പോഴാണ്, റിമാൻഡിന് വേണ്ടി കോടതിയിലേക്ക് ഇവർ ഹാജരാക്കുമ്പോഴാണ് അറിയുന്നത് 308 വകുപ്പ് ആ കേസിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുമ്പേതോ ഒരു കേസിൽ അയാളുടെ ഒരു 324 വകുപ്പ് ഉണ്ടായിരുന്നു, അത് ജാമ്യം കിട്ടുന്നൊരു വകുപ്പാണ്. ആ വകുപ്പിൽ ആണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെന്നും അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതായത് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. ഈ മർദ്ദനം നടത്തിയ ആളുകളാവട്ടെ ഇവിടെ പോലീസ് സ്റ്റേഷന് പരിസരത്തും നല്ല വിലസി നടക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് LDF ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു അധികാരത്തിൻ്റെ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്യായം നടപ്പാക്കി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളൊരു ശ്രമമൊന്നും വരെ നടത്തിയിട്ടില്ല, ഇപ്പോഴും നടത്തുന്നില്ല. പക്ഷേ നീതികേട് പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് മണ്ണാർക്കാട്ടെ MLA, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ഇവരുടെ എല്ലാം ഒത്താശയോടുകൂടി അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്ത് നെറികേടും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരായി മണ്ണാർക്കാട്ടെ പോലീസ് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്.